ഞാൻ പഠിച്ച യെസ് എന്തായാലും ഷോൺ ജോർജ് BJP നേതാവ് ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ഷോൺ, ഇവിടെ സമസ്ത ചോദിക്കുന്നത് തട്ടം ധരിച്ച അല്ലെങ്കിൽ ശിരോവസ്ത്രം ധരിച്ച ഒരു സിസ്റ്ററാണ് ശിരോവസ്ത്രം ധരിച്ചെത്തുന്ന കുട്ടിയെ വിമർശിക്കുന്നത് എന്നാണ്. ആ നിരീക്ഷണത്തെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈ ശിരോവസ്ത്രം ധരിച്ച സിസ്റ്റർമാർ ഇന്ന് അവിടുത്തെ ടീച്ചർമാരാണ്. ഇതേ ശിരോവസ്ത്രം ധരിച്ച സിസ്റ്റർമാര് അവർ പഠിച്ചിരുന്ന കാലത്ത് അവരുടെ സ്കൂളിലെ എല്ലാ നിയമങ്ങളും അനുസരിച്ചുകൊണ്ട് തന്നെയാണ് പഠിച്ചത്. അവർ പഠിച്ചിരുന്ന കാലത്ത് ശിരോവസ്ത്രം ഇട്ടല്ല പഠിച്ചത്. അവര് പഠിച്ച ഏത് സ്കൂളിലാണോ ആ സ്കൂളിന്റെ നിയമങ്ങൾ അനുസരിച്ചാണ് പഠിച്ചത്. ഞാൻ ഇവിടെ സമസ്ത ഉൾപ്പെടെ വളരെ മോശമായ രീതിയിൽ ക്രൈസ്തവ സ്ഥാപനങ്ങൾക്ക് നേരെ ഇത്തരം പരാമർശം നടത്തുമ്പോൾ കേരളത്തിലെ നൂറുകണക്കിന് ആയിരക്കണക്കിന് സ്ഥാപനങ്ങളിൽ ഇപ്പൊ ഞാൻ പറയട്ടെ, എന്റെ നാട്ടിൽ, എന്റെ സ്വന്തം നാട്ടിൽ ഇരാറ്റുപേട്ടിലെ സെന്റ് ജോർജ് കോളേജിൽ 80% കുട്ടികൾ മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾ. ആ കുട്ടികൾ മുഴുവൻ ശിരോവസ്ത്രം ഇട്ടുകൊണ്ടാണ് വരുന്നത്. അവിടെ കുഴപ്പമില്ല. ഒരു സ്ഥാപനത്തിനൊരു നിയമമുണ്ട്. കഴിഞ്ഞ 30 വർഷമായിട്ടുള്ള ഒരു നിയമം. ഒരു സുപ്രഭാതത്തിൽ ഒരു SCP-കാരൻ പർപ്പസ്ഫുള്ളി വന്ന ആ കുട്ടിയെ കൊണ്ട് പ്രൊവോക്കേഷൻ സൃഷ്ടിപ്പിച്ച് അത് മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് പിറ്റേ ദിവസം രാവിലെ SCP-യുടെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ഓർക്കുന്നില്ലേ? ഇതിനെ സർക്കുലർ ആക്കണം. അപ്പോ പർപ്പസ്ഫുള്ളി ഒരു കുട്ടിയെ കൊണ്ട് വിഷയമുണ്ടാക്കി അതൊരു വർഗീയ വിഷയമാക്കി മാറ്റി അവിടെ സെന്റിമെന്റൽ ഫാക്ടേഴ്സ് വർക്ക്ഔട്ട് ചെയ്ത് കേരളം മുഴുവൻ അത് സർക്കാർ സർക്കുലർ ആക്കണം. ഇതിനു മുമ്പ് ഹലാൽ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഇതേ സർക്കുലർ ഇറക്കിയില്ലേ? ഓർമ്മയുണ്ടല്ലോ. സ്കൂളിന്റെ ടൈമിംഗ് മാറ്റാൻ വേണ്ടി ഇതേ ആളുകൾ സർക്കാരിനോട് സമ്മർദ്ദം ചെലുത്തി. ഇവിടെ സൂംബ ഡാൻസിന്റെ കാര്യത്തിൽ ഇതേ കാര്യങ്ങളാണ്. അപ്പം വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്രമായ ഇത്തരം പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അജണ്ടകൾ നടപ്പിലാക്കാൻ ഞാൻ വളരെ താങ്കളിലേക്ക് എത്താം. ഇപ്പോൾ ആ കുട്ടിയുടെ അച്ഛൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. അതിലേക്ക് ഞാൻ TC മേടിച്ചു പോണത്. ഒന്ന്, എൻ്റെ മകള് ഹിജാബ് ധരിച്ചു വരുമ്പോൾ കുട്ടികൾക്ക് ഭയമുണ്ടാകുന്നു എന്ന് അവിടുത്തെ പ്രിൻസിപ്പൽ പറഞ്ഞത് എൻ്റെ മകൾക്ക് വളരെയധികം വിഷമമുണ്ടാക്കിയ വാക്കാണ്. 2, ഞാൻ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ സർക്കാർ വ്യക്തമായ അനുകൂലമായൊരു നിലപാട് സ്വീകരിക്കുകയുണ്ടായിരുന്നു. എന്നാലും എൻ്റെ കുട്ടിയെ അവിടെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാര്യം അവിടെ ഒരു സാമുദായിക സംഘർഷം ഉടലെടുക്കാൻ സാധ്യതയുണ്ടായിരുന്നു. പിന്നെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഓഫീസിൽ നിന്ന് ഫോൺ വിളിയുണ്ടായിരുന്നു. തുടർ പഠനത്തിന് എന്ത് നിലപാട് വേണമെങ്കിലും എടുക്കാം, എന്ത് സഹായത്തിനും വിളിക്കാം എന്നറിയിച്ചിട്ടുണ്ട്. പരാതിയുമായിട്ട് അവിടെ ഒരു സംഘർഷം ഒഴിവാക്കാൻ വേണ്ടി പരാതിയുമായി ഞാൻ പോകുന്നില്ല. പിന്നെ ഇന്ന് പ്രിൻസിപ്പളിൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. ഞാൻ കേട്ടത് മതേതരത്വ സ്വഭാവത്തിൻ്റെ രീതിയിലുള്ള ഒരു വസ്ത്രധാരണമാണ്, വസ്ത്രധാരണത്തിനാണ് ഞാൻ തീരുമാനമെടുത്തിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. എൻ്റെ മകൾ ധരിച്ചിരുന്ന ഷാള് മതേതരത്വമില്ലേ ആ ഷാളിൽ? പിന്നെ കാര്യങ്ങൾ എനിക്ക് പറയാൻ മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ അഡ്വക്കേറ്റ് സംസാരിക്കുന്നതാണ്. അവൾക്ക് മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ട്. ഇന്നലെയും മിനിഞ്ഞാന്നും സ്കൂളിൽ വരാത്തത് കുട്ടിക്ക് മാനസികമായി ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണോ? അതെ, തീർച്ചയായും. തീരുമാനിച്ചിട്ടില്ല. ഇനി TC മേടിച്ചതിന് ശേഷം തീരുമാനിക്കും. അല്ല, ബാക്കിയുള്ളത് എൻ്റെ അഡ്വക്കേറ്റ്. ഇദ്ദേഹത്തിനെതിരെ വ്യാപകമായിട്ടുള്ള പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, അദ്ദേഹം ഒരു മതഭ്രാന്തുള്ള ആളാണ്. അദ്ദേഹം കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന് തുടങ്ങിയിട്ടുള്ള പ്രചാരണങ്ങളാണ് പ്രധാനമായും നടക്കുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ റിപ്പോർട്ടർ ചാനലിൽ ഡോക്ടർ അരുൺകുമാർ അദ്ദേഹത്തിൻ്റെ മോർണിംഗ് ഷോയിൽ ഇദ്ദേഹം കഴിഞ്ഞ അധ്യയന വർഷങ്ങളിൽ പലപ്പോഴായി 4 തവണയോളം ഹിജാബിൻ്റെ വിഷയത്തിൽ തന്നെ കുട്ടിയെ സ്കൂൾ മാറ്റിയിട്ടുണ്ട് എന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി. മാത്രമല്ല വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നൊക്കെ. അദ്ദേഹത്തിന് 4 പെൺകുട്ടികളുണ്ട്. അദ്ദേഹത്തിൻ്റെ മൂത്ത മകൾ ലണ്ടനിൽ ക്ലിനിക്കൽ ന്യൂട്രീഷൻ കോഴ്സിന് PGക്ക് പഠിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ മകൾ റഷ്യയിൽ MBBS കോഴ്സിന് പഠിക്കുകയാണ്. ഇന്ന് രാവിലെ 3 മണിക്ക് ബോട്ടിൽ ജോലിക്ക് പോയിട്ടാണ് അദ്ദേഹം ഇപ്പോൾ നിങ്ങളെ സമീപിക്കുന്നത്. അദ്ദേഹത്തിന് നിരവധി ലോണുകളുണ്ട്. ആ ലോണുകൾ മുഴുവനും, ആ സാമ്പത്തിക ബാധ്യത മുഴുവനും അദ്ദേഹത്തിൻ്റെ പെൺകുട്ടികളെ പഠിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങൾ, പ്രത്യേകിച്ചും ഡോക്ടർ അരുൺകുമാറിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള, അത് ബോധപൂർവമാണെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല, ആ വസ്തുതാവിരുദ്ധമായിട്ടുള്ള പ്രചരണം തിരുത്തിയിട്ടില്ലെങ്കിൽ
അക്കാര്യത്തിൽ ഞങ്ങൾ നിയമ നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിനെതിരെ വ്യാജമായി നടക്കുന്ന പ്രചരണങ്ങൾക്കെതിരെ മാത്രമാണ് ഇപ്പോൾ നിയമ നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നിലപാട് എന്ന് പറയുന്നത് ഈ സംഘർഷം, ഈ ഒരു പ്രശ്നം അവിടെ വിശേഷിച്ചും കേരളത്തിൽ ലത്തീൻ ക്രിസ്ത്യൻ സമൂഹവും മുസ്ലിം സമൂഹവും തമ്മിലുള്ള ഒരു സംഘർഷമാക്കി വളർത്താനുള്ള വളരെ ബോധപൂർവമായ ചില ശ്രമങ്ങൾ നടക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. അത്തരത്തിലുള്ള ശ്രമങ്ങൾക്ക് കരുവാകേണ്ടതില്ല എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു സംഘർഷമായി മുന്നോട്ട് പോകേണ്ടതില്ല. അതേസമയം അദ്ദേഹത്തിൻ്റെ മകളുടെ മൗലികാവകാശവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ മകളുടെ ഹിജാബ് ധരിക്കുവാനുള്ള വിശ്വാസപ്രകാരവും സംസ്കാരപ്രകാരവുമുള്ള അവകാശവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ബാക്കിയാണ്. എന്നാൽ ഈ ഒരു വിഷയത്തിൽ ഇനിയൊരു സംഘർഷവുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ സ്കൂൾ പ്രിൻസിപ്പലിൻ്റെ പ്രതികരണം ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. അതിൽ അവർ പറയുന്നതിൽ പ്രശ്നമായി ഞങ്ങൾ കാണുന്നത് ഒരേ ഒരു കാര്യമാണ്. അതായത് ഹിജാബ് നിഷേധിക്കുന്നത് ഇന്ത്യൻ മതേതരത്വത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഭാഗമായിട്ടാണ് എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ മതേതര സങ്കല്പങ്ങളിൽ നിന്ന് പുറത്താണോ ഈ കുട്ടിയുടെ വിശ്വാസവും അവരുടെ സംസ്കാരവും എന്ന ചോദ്യം ബാക്കിയാവുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിലിപ്പോൾ സ്കൂൾ പറയുന്നത് മാനേജ്മെൻറ്റിൻ്റെ എല്ലാ നിയമങ്ങളും പാലിച്ചു വരികയാണെങ്കിൽ ആദ്യ ദിവസം വന്ന പോലെ തന്നെ സന്തോഷത്തോടെ കുട്ടിയെ സ്വീകരിക്കും